നമസ്കാരം. ഇന്ന് ലോകമെമ്പാടും പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിൽ വിവിധ തരത്തിലുള്ള ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടന്നു വരികയാണ്. നിലവിൽ ജലം, സൗരോർജം, കാറ്റ് എന്നീ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ ആഗോളതലത്തിൽ വ്യാപകമാണ്. എന്നാൽ അന്തരീക്ഷത്തിലെ വായുവിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം സാധ്യമായാലോ? ശൂന്യതയിൽ നിന്നും എന്തും സൃഷ്ടിക്കാൻ കഴിവുള്ള അമാനുഷിക സിദ്ധികൾ ഉള്ളവർക്ക് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ശുദ്ധമായ വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാക്കുന്നതിനായി വായുവിലെ ഈർപ്പം ശേഖരിക്കുന്ന ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അമേരിക്കയിലെ ഒരു സംഘം ഗവേഷകർ. ഇതേ തുടർന്ന് മസാച്യുസെറ്റ്സ് ആംഹെർസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർമാർ ഈ കണ്ടുപിടുത്തത്തെ അടിസ്ഥാനമാക്കി ആപ്പ് സ്കെയിലിംഗിന്റെയും ഭാവി ആപ്ലിക്കേഷനുകളുടെയും സാധ്യതകളെ കുറിച്ചുള്ള ഗവേഷണ നിരീക്ഷണങ്ങളും നടത്തി വരികയാണ്. അങ്ങനെ ഈ സാങ്കേതിക വിദ്യ പ്രായോഗികമാണെന്ന് തെളിയുകയാണെങ്കിൽ അത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാന ഏടായി തീരും. നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ നൂതന ടെക്നോളജിയെ കുറിച്ച് മസാച്യുസെറ്റ്സ് ആംഹെർസ്റ്റ് യൂണിവേഴ്സിറ്റി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ഭൂരിഭാഗം വസ്തുക്കളെയും വായുവിലെ ഈർപ്പത്തിൽ നിന്ന് തുടർച്ചയായി വൈദ്യുതി ശേഖരിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റാൻ കഴിയും. അത് സാധ്യമാക്കുന്നതിനായുള്ള ശാസ്ത്രീയ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഗവേഷകരുടെ പ്രബന്ധത്തിൽ വിശദീകരിക്കുന്നത് സൗരോർജത്തിലോ കാറ്റിലോ ഉള്ള ഊർജത്തിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി ലഭ്യമാകുന്ന വിശാലവും സുസ്ഥിരവുമായ ഊർജ സ്രോതസ്സാണ് വായുവിലെ ഈർപ്പം എന്നാണ്. വായുവിനെ ഈർപ്പം വിനിയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് ഇടിമിന്നൽ സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് സമാനമാണ്. ഇടിമിന്നൽ ഇല്ലാത്തപ്പോഴും വായുവിലെ വൈദ്യുത ചാർജ് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഉപകരണമാണ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. കാറ്റിന്റെ അഭാവത്തിൽ പോലും ഈ ഉപകരണത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. വായുവിലെ ഈർപ്പത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയെ ഈ ഗവേഷകർ ജനറിക് എയർജൻ പ്രഭാവം എന്നാണ് വിളിക്കുന്നത്. ഈ പ്രക്രിയയുടെ കാതൽ എന്ന് പറയുന്നത് നാനോ പോറുകളാണ്. അവ മനുഷ്യന്റെ മുടിയുടെ 1000-1 തുല്യമായ 100 നാനോമീറ്ററിൽ താഴെ വ്യാസമുള്ള ചെറു ദ്വാരങ്ങളാണ്. ഇത്തരത്തിലുള്ള നാനോ പോറുകളുടെ സംവിധാനം ജലവും വായുവും കടത്തിവിടാൻ കഴിവുള്ള മെറ്റീരിയലുകളിലാണ് സജ്ജീകരിക്കുക. ആ മെറ്റീരിയലിന്റെ നേർത്ത പാളിയിലൂടെ ജലവും വായു തന്മാത്രകളും കടന്നു പോകുമ്പോൾ അവ ഒരു ഉപരിതല ചാർജ് സൃഷ്ടിക്കുന്നു. അങ്ങനെ അടിസ്ഥാനപരമായി ഒരു ചെറിയ തോതിലുള്ള ഇടിയോടുകൂടിയ മഴ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ അത് ഇടിമിന്നലുകൾ സൃഷ്ടിക്കുന്ന അതേ രീതിയിൽ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇതേക്കുറിച്ച് മസാച്യുസെറ്റ്സ് ആംഹെർസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ജുൻ യാവോ പറയുന്നത് ഇപ്രകാരമാണ്. വായുവിൽ വലിയ അളവിൽ വൈദ്യുതി അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു മേഘത്തെ കുറിച്ച് ചിന്തിക്കുക. അത് ഒരു കൂട്ടം വെള്ളത്തുള്ളികളല്ലാതെ മറ്റൊന്നുമല്ല. അതിലെ തുള്ളികളിൽ ഓരോന്നിലും ഒരു ചാർജ് അടങ്ങിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ അനുയോജ്യമാകുമ്പോൾ മേഘത്തിന് ഒരു മിന്നൽ പിണർ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ മിന്നലിൽ നിന്ന് വൈദ്യുതി എങ്ങനെ പിടിച്ചെടുക്കാമെന്ന സാങ്കേതിക വിദ്യ നിലവിൽ രൂപം കൊണ്ടിട്ടില്ല. അതിനു പകരമായി ഞങ്ങൾ ചെയ്യുന്നത് മനുഷ്യനിർമ്മിതവും ചെറിയ തോതിലുള്ളതുമായ ഒരു മേഘം സൃഷ്ടിക്കുക എന്നതാണ്. അത് നമുക്ക് പ്രവചനാതീതമായും തുടർച്ചയായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ അത് സ്ഥിരമായ ഉൽപാദനം സാധ്യമാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് യാതൊരുവിധ സാഹചര്യത്തിലും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം ഈർപ്പം വായുവിൽ നിരന്തരം നിലകൊള്ളുന്ന ഒന്നാണ്. അതേസമയം ഈ വിധത്തിൽ 1 വോൾട്ടിന്റെ 1 അംശം വൈദ്യുതി മാത്രമേ ഗവേഷകർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനാൽ തന്നെ ഈ സാങ്കേതിക വിദ്യ ഗണ്യമായി മെച്ചപ്പെടുത്തേണ്ടതായുണ്ട്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാക്കുന്ന പുതിയ കണ്ടെത്തൽ യഥാർത്ഥ ഫലമണിയുന്നതോടെ വരും ഭാവിയിൽ ഊർജ്ജ രംഗത്ത് വലിയ വഴിത്തിരിവുകൾക്ക് അത് കാരണമായി തീരും. വാർത്തയുടെ നിറം തേടി തനിനിറം.